അപ്പോൾ എല്ലാവർക്കും ടി റെഡ്സ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്റർനാഷണൽ ബ്രേക്ക് ആണ്, പ്രത്യേകിച്ച് ആർക്കും പണിയൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരു സ്പെഷ്യൽ ചെയ്യണം നമ്മൾ പറഞ്ഞായിരുന്നു ലാസ്റ്റ് എപ്പിസോഡ്. അപ്പോൾ ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് കണക്കാക്കിയാൽ മതി. ബേസിക്കലി ഈ സീസൺ നമ്മുടെ എല്ലാവരുടെ അവസ്ഥ അറിയാലോ, നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ 4-5 പോഡ്കാസ്റ്റ് ചെയ്തു. സോ ഓവറോൾ പ്രീമിയർ ലീഗിൽ ഈ സീസൺ മറ്റു ക്ലബ്സിനും നമുക്കും എല്ലാം കൂടി എങ്ങനെ പോയി എന്നുള്ളൊരു ബേസിക് ഓവർവ്യൂ. ബേസിക്കലി കുറച്ച് 4-5 ലിവർപൂൾ ഫാൻസ് ഇരുന്നിട്ട് മറ്റുള്ള ക്ലബിനെ കുറിച്ച് പരദൂഷണം പറയും, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഇതൊന്നുമില്ല. അപ്പോ നമ്മുടെ സ്വരൂപ് എത്രാമത്തെ എപ്പിസോഡിലാണ് വന്ന്? സെക്കൻഡോ തേർഡോ? സ്വരൂപ് സെക്കൻഡ് ടൈം അല്ലേ? യെസ്. അപ്പൊ സ്വരൂപ് ഉണ്ട്. സ്വരൂപ് അറിയപ്പെടുന്ന ഒരു യുണൈറ്റഡ് ഹേറ്റർ ആണ്. അപ്പോ പ്രത്യേകം കൊണ്ടുവന്നതാണ്. റൈവൽ ഫാൻസിന് പരമാവധി എന്താ പറയാ റെസ്പെക്ട് കൽപ്പിക്കുന്ന ഒരു ഫാനാണ്, ലിവർപൂൾ ഫാനാണ്. റെസ്പെക്ട് കൊടുക്കുന്ന പോലെ കാണിച്ചിട്ട് പുച്ഛിക്കുക, അതൊരു പുച്ഛം പോലെയാണല്ലോ. റെസ്പെക്ട് കൊടുക്കുക എന്ന് പറയുന്നത് അവരെ കളിയാക്കുന്ന പോലെയാണ്. അതാണ് ശരിക്കും. ഗണേശന്റെ ജേഴ്സി നൈജീരിയ അല്ലടാ? അതെ. നൈസ് നൈസ് നൈസ്. ഓബിനാണെങ്കിൽ ലിവർപൂൾ അല്ലാതെ വേറെ തൊടാറില്ല, ജോലിക്ക് പോകുമ്പോഴും തന്നെയാണ്. ജോലിക്ക് എവിടെ പോകണു? വീട്ടിലിരുന്നല്ലേ. സുദീപ് മറ്റു ക്ലബ്സിനെ കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും സുദീപ് അർട്ടേറ്റയെ കുറിച്ച് ഒരു പ്രബന്ധം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സുദീപ് സമയം വരുമ്പോൾ ആർസണൽ ഫാൻസിന് വേണ്ടി അവർക്കറിയാത്ത കാര്യങ്ങൾ ആർസണലിനെ കുറിച്ച്, അർട്ടേറ്റയെ കുറിച്ച് പറയുന്നതായിരിക്കും. ആർട്ടേറ്റയെ കുറിച്ചല്ല, ആർട്ടേറ്റനെ കുറിച്ച് തുടങ്ങാം. നമ്മളിപ്പം എത്രാമത്തെയാണ്? 8th ആണ് ലീഗില്. അപ്പൊ മുകളിൽ 8 ടീമുണ്ട്. അവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അങ്ങനെ തുടക്കം തന്നെ നമുക്ക് ഈ സീസണിൽ പ്രത്യേകം പറയേണ്ടത്, ഐ തിങ്ക് ഏറ്റവും കൂടുതൽ പ്രഷർ ഈ സീസണിൽ ഫീൽ ചെയ്യുന്ന മാനേജർ ഇസ് ആർട്ടേറ്റ. കാരണം 1.2 ബില്യൺ സ്പെൻഡ് ചെയ്തു. ഹി ഹസ് ബീൻ വെരി ക്ലോസ്. കാരണം ഒരു പോയിന്റിനും 2 പോയിന്റിനും വന്ന് അഗെയിൻ നമ്മൾ ഓവർടേക്ക് ചെയ്തു. ഹി ഹാസ് സൈൻഡ് റിയലി ഗുഡ് പ്ലേയേഴ്സ് ദിസ് ടൈം. ഓവറോൾ ഐ തിങ്ക് ആർട്ടേറ്റയ്ക്ക് ഇത്തവണ ലീഗ് അടിച്ചേ പറ്റൂ. കാരണം there is no other way. Liverpool have dropped off, City have dropped off, and overall I think they are on course. I think 4 points lead ആയിട്ടുള്ളത് സിറ്റി ആയിട്ട്, നമ്മളായിട്ട് 8 points എന്തോ ലീഡ് ഉണ്ട്. അപ്പോ നമുക്ക് സുദീപിൽ നിന്ന് തുടങ്ങാം. എന്താണ് ആർസണൽ, ആർ ദേ ലുക്കിംഗ് ലൈക്ക് ലീഗ് ചാമ്പ്യൻസ് ഓൾറെഡി ഓർ ലോങ് വേ ടു ഗോ? ഡെഫിനറ്റ്ലി. കഴിഞ്ഞ സീസണില് ഒക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്, കുറച്ച് കഴിയുമ്പോ അവര് തണുത്ത് അല്ലെങ്കിൽ ആകെ ആർട്ടേറ്റനെ കളിയാക്കിക്കൊണ്ട് പലരും പറയും, ഇത് ആർട്ടേറ്റനുള്ള കാരണം പേടിക്കേണ്ട, അവർ എങ്ങനെയെങ്കിലും അത് കൊളാപ്സ് ചെയ്യും. അത് കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടു. പക്ഷെ ഈ സീസണില് അങ്ങനെ ഒരു കൊളാപ്സിലേക്കൊന്നും കാണുന്നില്ല. അവരുടെ ഇതുവരെയുള്ള മാച്ചിലൊക്കെ കൺസിസ്റ്റൻസി ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഡ്രോപ്പ് ഓഫ് അവർക്ക് ഉണ്ടാവുന്നോ ജനുവരി ഫെബ്രുവരി ഒക്കെ കഴിയുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നില്ല. കാരണം അതിന്റെ പ്രധാന കാരണം അവര് സ്ക്വാഡ് ശരിക്ക് അവര് ഇമ്പ്രൂവ് ചെയ്തു. അവരുടെ സ്ക്വാഡ് ഇമ്പ്രൂവ് ചെയ്തു. കഴിഞ്ഞവണയൊക്കെ പ്രശ്നമായിരുന്നു, സ്ട്രൈക്കർ പോയി കഴിഞ്ഞാൽ അവിടെ സ്ട്രൈക്കർ പ്രശ്നം, ഡിഫൻസിൽ പ്രശ്നങ്ങൾ വന്നു, ലെഫ്റ്റ് ബാക്കിൽ ഒക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ ഫില്ല് ചെയ്തു. അവരുടെ മിഡ്ഫീൽഡിലെ പ്രശ്നങ്ങളൊക്കെ അവർ ഫില്ല് ചെയ്തു. അപ്പോ ഇഞ്ചറീസ് കാരണോ പ്ലെയർ ഫറ്റീഗ് കാരണോ അവർക്ക് പ്രശ്നങ്ങൾ വരില്ല. അതുപോലെ അവര് ഇന്റൻസിറ്റി ഇപ്പോഴത്തെ പുതിയ ടാക്ടിക്സ് അതൊക്കെ വെച്ചിട്ട് അവരുടെ ഇന്റൻസിറ്റി പരമാവധി അവര് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പല രീതിയിലും പല ടാക്ടിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇന്റൻസിറ്റി അവർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോ ഒരു ലോഞ്ചിവിറ്റി അവർക്ക് കിട്ടും പ്ലേയേഴ്സിന്. അപ്പോ എനിക്ക് തോന്നുന്നത് ഇത്തവണ അവരുടെ ഒരു പോക്ക് കണ്ടിട്ട് അവര് ടൈറ്റിൽ അടിക്കാനുള്ള ഇതിലേക്ക് തന്നെയാണ് പോണെന്ന് തോന്നുന്നത്. ആസ് എ ലിവർപൂൾ ഫാൻ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആർസണൽ ദ മോസ്റ്റ് ഇംപ്രസീവ് തിങ് അബൌട്ട് ആർസണൽ ഇസ് ദർ ഡിഫൻസ്. കാരണം നമ്മൾ ഇങ്ങനെ കൺസിഡർ കാണുമ്പോൾ ആർസണലിന്റെ എല്ലാ മാച്ചും ലാസ്റ്റ് ഇപ്പം ഈ സൺഡർലാൻഡ് ഒഴികെ എക്സലന്റ് ഡിഫെൻസീവ്ലി. ഗണേഷ, എന്താണ് ആസ് എ ലിവർപൂൾ ഫാൻ വാട്ട് ഡു യു എൻവി മോസ്റ്റ് അബൌട്ട് ആർസണൽ? ഇപ്പൊ ഡിഫൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും? ഡിഫൻസ് അല്ലാതെ പറയുകയാണെങ്കിൽ മിഡ്ഫീൽഡ് പറയണം. സുബിമെൻഡി ഈസ് എ കീ ഫാക്ടർ.
അതായത് ഈ അറ്റാക്ക് റീസർക്കുലേറ്റ് ചെയ്യുന്നത് വലിയൊരു കഴിവാണ്. സോ ഹി ക്യാൻ സ്കോർ ഓൾസോ. നമ്മൾ കണ്ടിരുന്നു വോളീസ് ഒക്കെ, ചില വോളീസ് അൺലക്കി ആയിരുന്നു, മാറിക്കൊണ്ട് തിരിച്ചു വന്നു. സോ അങ്ങനെ കുറെ അറ്റാക്കിംഗ് ത്രെഡ്സ് ഉണ്ട് ഫ്രം മിഡ്ഫീൽഡ് ഇറ്റ്സെൽഫ്. ഹി ക്യാൻ ഓൾസോ ക്യാരി ദ ബോൾ ഫ്രം ദ ലൈക്ക് DLP ആയിട്ട് കളിക്കാനും പറ്റും. സോ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അർസണലിനെ നോക്കുമ്പോൾ. ദേ ഹാവ് ഗുഡ് ബാക്കപ്പ് ഓൾസോ, ഡെപ്തും ഉണ്ട്. സോ ഇപ്പോ ഡെക്ലൻ റൈസ് ഇല്ലെങ്കിൽ പോലും ഹി ക്യാൻ പിച്ച് ഇൻ. സോ സുബിമെൻഡി ആണ് കീ ഫാക്ടർ. സുബിമെൻഡി എന്ന് പറയുമ്പോൾ ശരിക്കും വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദർ സൈനിങ്സ്. എത്രത്തോളം നമ്മുടെ സൈനിങ്സ് ഇതുവരെ വർക്ക് ആവാതിരിക്കുന്നു. ഐ തിങ്ക് അവരുടെ സൈനിങ്സ് ആയ സുബിമെൻഡി, എസെ, നോഗാർഡ് അധികം കളിച്ചിട്ടില്ല. ഐ തിങ്ക് ആൻഡ് ഗ്യോക്കറേസ് ഹാസ് ബീൻ ഗുഡ്. ഒന്നും കംപ്ലൈന്റ്സ് പറയാനൊന്നുമില്ല. അവർ മേടിച്ചത് എന്തിനാണോ ആ ഇത് ചെയ്യുന്നുണ്ട്. ഓബിൻ എന്താണ്, ഗ്യോക്കറേസ് കുറെ ട്രോൾ ഉണ്ടായിരുന്നു അവരുടെ മറ്റേ ഈ സാധനമൊക്കെ പിടിച്ചിട്ട്. പക്ഷെ ഐ തിങ്ക് ഇപ്പൊ നോക്കുമ്പോ ഇസാക്കിനെക്കാളും ഇസാക്ക് ഇഞ്ചേർഡ് ആയിരുന്നു. ബട്ട് ഐ തിങ്ക് ഹി ഹാസ് ഡൺ റിയലി വെൽ ആസ് ദിയർ നമ്പർ 9. എസ്പെഷ്യലി നമ്മുടെ ജീസസ് ഇല്ല, അവർക്ക് ഹാവേർട്സ് ഇല്ലാത്ത ടൈമിൽ അല്ലെ. ആർസണലിനെ സംബന്ധിച്ചോളം ദേ ആർ നോട്ട് ലുക്കിംഗ് ഫോർ എ ഹാലൻഡ് ഇക്വലന്റ് ഓഫ് പേഴ്സൺ. നമ്മളിപ്പോ സിറ്റി എന്നൊക്കെ നോക്കുമ്പോൾ നമ്പർ 9 പിസാക്ക് നമ്മൾ ലിവർപൂൾ വാങ്ങി വെച്ച് നോക്കുമ്പോൾ we are looking for a number 9 who scores a lot. ആർസണലിനെ സംബന്ധിച്ചോളം നമ്പർ 9 is not technically to score. നമ്മൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇപ്പൊ ഹാവേർട്സ് ആണ് നിൽക്കുന്നുണ്ടെങ്കിലും മെറീനോ ആണ് അവിടെ കഴിഞ്ഞ സീസണിൽ അവിടെ കളിച്ചതെങ്കിലും they are not looking for an out and out number 9. They want somebody to drop, bring others into play. അല്ലെങ്കിൽ സെറ്റ് പീസ് ത്രെറ്റ് ഉണ്ടാവുമ്പോൾ ഇറ്റ്സ് എക്സ്ട്രാ ബോഡി. ഇൻ കേസ് ദിസ് അതാണ് അറ്റ് പ്ലാൻ എ. So in case that does not work, then he can also be a number 9. He can drag the defenders out. ഇങ്ങോട്ടും അങ്ങോട്ടും possible എന്നുള്ള രീതിയിൽ that's where Gyökeres is playing well. He might not score 15-20 goals like other elite forwards നമ്മൾ usually പറയാറുണ്ടല്ലോ, people who really scores 20-25 goals in a PL എന്നുള്ളത്. I don't think he might score that in a PL season. But he would be very vital in those games where they want a goal, that their plan A is not working. Then Gyökeres can be the plan B. Fair point. Swaroop, as a Liverpool fan, I'm purely നമ്മുടെ Liverpool fan angle, എന്തായിരിക്കും ആർസണലിന്റെ ഒരു വീക്ക്നെസ്? ലൈക്ക് വേർ ഡു യു തിങ്ക് ദേ ക്യാൻ ഫോൾട്ടർ ദിസ് സീസൺ? നമുക്ക് പ്രതീക്ഷ തരുന്ന എന്തെങ്കിലും ഉണ്ടോ? അത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അവര് ടൈറ്റിൽ വിൻ തന്നെ ചെയ്യും. പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇഞ്ചുറീസ് ആണ് അവരെ ടൈറ്റിലിൽ നിന്ന് എന്താ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നണേ. ഇപ്പോ സാക്ക 100% ആയിട്ടില്ല ഇപ്പോഴും. കഴിഞ്ഞ സീസൺ അല്ല അതിന്റെ മുമ്പത്തെ സീസണിലൊക്കെ പെർഫോം ചെയ്യണ പോലെ ഒന്നും സാക്ക പെർഫോം ചെയ്യില്ല. ബട്ട് ടീമിന് അതിന്റെ ആവശ്യം വന്നിട്ടില്ല, അത്ര കാര്യമായിട്ട് വന്നിട്ടില്ല. സ്റ്റിൽ ദേ ആർ വിന്നിങ്, ഇപ്പോഴും ടോപ്പിൽ നിൽക്കുകയാണ്. സാക്കൊന്നും അയാളുടെ ബെസ്റ്റ് പെർഫോമൻസിലേക്ക് വന്നിട്ടില്ല. ഇങ്ങനത്തെ ഇഞ്ചുറീസ് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇപ്പൊ ഒരുപാട് ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട്, മൈനർ ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട്. ബട്ട് ഇത് ഞാനിപ്പോ ആഴ്സണലിന്റെ ഫാൻസ്, എന്റെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്. അപ്പൊ അവരോടൊക്കെ നിങ്ങൾ ഈ തവണ ടൈറ്റിൽ വിൻ ചെയ്യല്ലേ എന്ന് ചോദിക്കുമ്പോ അവർക്ക് ഒരു കൺസേൺ എപ്പോഴും ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി ആയിട്ട് പറയാം, അവർക്ക് ആ ഡിസംബർ ജാനുവരി പീരീഡില് ആണ് ആഴ്സണല് വീക്ക് ആവണേ എന്നുള്ളത് അവർക്ക്. മീൻസ് ടൈറ്റ് സ്കെഡ്യൂൾസ് ഇതൊക്കെ വരുമ്പോഴാണ് കൺസേൺസ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പൊ ആ ഇഞ്ചുറീസ് വരാണ്ട് അവര് ഈ ഡിസംബർ ജനുവരി പീരീഡ് അങ്ങോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡെഫിനറ്റ്ലി ടൈറ്റിൽ വിൻ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ഇപ്പോഴും നല്ല ഇഞ്ചുറീസ് ഉണ്ട്. ഹാവേർട്സ്, ജീസസ്, മദുവെക്കെ, നോഗാർഡ് വാസ് ഇഞ്ചേർഡ് ഫോർ എ ലോങ് ടൈം. സലീബ കുറച്ചുനാൾ ഇഞ്ചേർഡ് ആയി പോയി. സോ ഐ തിങ്ക് ഈ സീസണിൽ അവർക്ക് ഡെപ്ത് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇഞ്ചുറീസ് ഹൗ ക്യാൻ ദേ കോപ്പ് വിത്ത് ദ പ്രഷർ? സുദീപ് എന്താ പറയുന്നത്? ആർട്ടറ്റയ്ക്ക് ഹിസ് നോട്ട് വൺ എ ലീഗ് യെറ്റ്. ഇപ്പം നമ്മുടെ സ്ലോട്ട് ലീഗിലോട്ട് വരുമ്പോഴും ഹി ഹാസ് വൺ ഓൾറെഡി. ഈവൻ റൂബൻ അമോറിം ഹാസ് വൺ. നമ്മുടെ എവറിബഡി ടോപ്പ് ടീം ഹാവ് വൺ സംതിങ്. ഓക്കെ, മേ ബി മെറസ്ക ഹാസ് നോട്ട്. ബട്ട് എന്താണ് ഇതിലെ ഒരു ഈ പ്രഷർ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? കാരണം നമ്മളിപ്പോ ഇരുന്ന് പറയുന്നത് എല്ലാവരും ഈ 5 പേരും പറയുന്നത് ദേ ആർ ഫേവറേറ്റ്സ് എന്നാണ്. അപ്പൊ ആ ഒരു ടാഗ് എത്രത്തോളം
അവർക്ക് കൊണ്ടു പോവാൻ പറ്റും? പ്രഷർ അവര് ഇപ്പൊ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നണേ. കാരണം സിറ്റി ആയിട്ടുള്ള മാച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ഫിക്സ്ചർ ആയിരുന്നു അവര്. ആ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണേ എന്നുള്ളത് ആ ഫിക്സ്ചറിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം സിറ്റിക്കാണ് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടായത്. അവരുടെ ടാക്ടിക്സ് ഒക്കെ മാറ്റി അവർ വേറെ സ്റ്റൈലിൽ കളിക്കുന്നതായിരിക്കും. പക്ഷെ അവരുടെ ആ ലീഡർ ഗബ്രിയൽ അവിടെ ബാക്കില് ഭയങ്കര ആ ലീഡർഷിപ്പിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അവിടെ ഇല്ലാന്ന്. പക്ഷെ ഗബ്രിയല് ലീഡറായിട്ട് വന്നു. റൈസ് അവിടെ മിഡ്ഫീൽഡിൽ ഒരു ലീഡറായിട്ട് വരികയാണ്. അതുപോലെ ഗോക്കറസിന്റെ ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ്, ഭയങ്കര ഫൈറ്റിങ് അങ്ങനെയുള്ള ഒരു ജീസസിന്റെ പോലെയോ അങ്ങനെയൊന്നുമല്ല. ഒരു സൈലന്റ് ഒക്കെ പ്ലേയേഴ്സ് കോമ്പിനേഷനിലൊക്കെ ആണെങ്കിലും ആ കളിക്കണതിന്റെ ആ മെന്റാലിറ്റി ഭയങ്കര. അപ്പൊ അതിൽ നിന്നൊക്കെ പ്രഷർ റിലീസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്. അവര് ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി കേപ്പബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെ ആയിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. ആർട്ടെറ്റയും അതുപോലെ ഇത്ര വർഷം കൊണ്ട് എക്സ്പീരിയൻസ് കൊണ്ട് അത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ്. നമ്മൾ കഴിഞ്ഞ സീസണിലെ പോലെയൊന്നും ആർട്ടെറ്റ ഇപ്പൊ കാണാറില്ല. അങ്ങനെ ഭയങ്കര നമ്മൾ കാണാറുണ്ട് ഇത് പട്ടാണോ എന്നൊക്കെ തോന്നാറില്ല. പക്ഷെ അങ്ങനെയല്ല, ആർട്ടെറ്റിനും ഭയങ്കര ആ എക്സ്പീരിയൻസ് അയാളെ മൗൾഡ് ചെയ്ത് മാറ്റി. എനിക്ക് അതുകൊണ്ട് കുറച്ചുകൂടിയൊക്കെ പ്രഷർ ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അത് ഇനിയും ഈ പറഞ്ഞ പോലെ ഡിസംബറും ഒക്കെ കഴിഞ്ഞാലും ജനുവരി ഫെബ്രുവരി ഒക്കെ ആയാലും ഈ പ്രഷർ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും മറ്റു ടീമുകൾ പ്രഷർ ചെയ്യണമല്ലോ അടുത്തെത്തി, അതുകൊണ്ടല്ലോ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് പറയാം. ഇതുവരെയുള്ള സീസണിൽ എവരിബഡി എല്ലാരും പറയുന്നത് ആർസണൽ വിൽ വിൻ ദ ലീഗ് എന്നല്ലേ? അതെ 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 അതെ, അതിന്റെ സാധ്യതകളാണ്. നമ്മൾ ജയിക്കാൻ നമ്മളാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ ജയിക്കും. പക്ഷെ ആർസണലിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയണം. ആർസണലിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ സംസാരിക്കുമ്പോൾ ഓഫ് കോഴ്സ് ദേ ആർ ഫ്രണ്ട് റണ്ണേഴ്സ്. ഇനി 2-3 കളി അവര് ചാമ്പ്യൻസ് ലീഗ് പ്രോസ്പെക്ട്സ് ഐ തിങ്ക് ദേ ആർ ഓൾറെഡി ടോപ്പ് 8 ഉണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് ചാമ്പ്യൻസ് ലീഗ് അത് നമുക്ക് ഐ തിങ്ക് നെക്സ്റ്റ് ഇന്റർനാഷണൽ ബ്രേക്ക് മാർച്ചിൽ സംസാരിക്കാല്ലേ. ബിക്കോസ് ഇപ്പം ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ച് പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല, എല്ലാ ടീമും ഒന്ന് ക്വാളിഫൈ ചെയ്യും. ഓക്കെ, ഐ തിങ്ക് ആർസണലിനെ കുറിച്ച് എന്തെങ്കിലും വേറെ പറയാനുണ്ടോ ആർക്കെങ്കിലും? സ്ക്വാഡ് ഡെപ്ത് വെച്ചിട്ട് പോകുന്നതാണ് നല്ലത്. അതും എല്ലാ കോമ്പറ്റീഷനിലും അവർക്ക് കളിക്കാൻ പറ്റും. യൂസിയലി ഡിഫറെന്റ് സ്ക്വാഡാണ് അവർ ഫീൽഡ് ചെയ്യുന്നത്. സോ ലൈക്ക് ഹിൻകാപ്പി ഒക്കെയാണ് ലെഫ്റ്റ് ബാക്ക്. സോ ദേ ഹാവ് ഗുഡ് ഓപ്ഷൻസ് അറ്റ് ദ ഡിഫൻസ്. അത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ആസ് എ പ്യുവർ ലിവർപൂൾ ഫാൻ, ആസ് എ ഡെവിൾസ് അഡ്വക്കേറ്റ്. ഓക്കെ, ആർസണലിനെ കാണുമ്പോൾ പേടിയുണ്ട്? ആർസണൽ എന്നൊരു ആ സ്ക്വാഡ് അവരായിട്ട് മാച്ച് വരുമ്പോഴോ ലൈക് ഞാൻ ഈ ലീഗ് വിന്നേഴ്സ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ യുണൈറ്റഡോ അല്ലെങ്കിൽ ചെൽസിയോ ആർ ദേ സ്കാരി ഓർ നമ്മൾ അവരെങ്ങനെയെങ്കിലും ജയിക്കും എന്ന് എങ്ങനെ അതിനെ കുറിച്ച് പറയുന്നത്? ആ സ്കെയർ ഫാക്ടർ ഒറ്റതാണ്. സെറ്റ് പീസസ് നമ്മളെ ഡിഫെൻഡ് ചെയ്യുന്നത് പ്രശ്നമാണ്. അവരാണെങ്കിൽ സെറ്റ് പീസസില് ഭയങ്കര ഏറ്റവും ബെസ്റ്റ് ആണ് ലീഗിൽ. അതാണ് അവരുടെ സ്കെയറി ഫാക്ടർ സെറ്റ് പീസസ് ആണ്. I think overall I think the season is looking good for Arsenal അല്ലേ? ഇനി നമുക്ക് അടുത്ത സ്വരൂപിന്റെ ഫേവറേറ്റ് ടീമിലേക്ക് പോവാം. ലിവർപൂൾ കഴിഞ്ഞാൽ യുണൈറ്റഡ്. അല്ലാതൊരു വാർത്ത യുണൈറ്റഡ് ആക്ച്വലി യുണൈറ്റഡിന്റെ ഫാൻസിനോട് ഞാൻ സ്ഥിരം പറയാറുള്ള ഒരു കാര്യം, ഇപ്പൊ എല്ലാ ട്രാൻസ്ഫർ വിൻഡോ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്ലബുകളും കൂടുതൽ ഏറ്റു നോക്കുന്നത് യുണൈറ്റഡിന്ന് ആരെങ്കിലും സൈൻ ചെയ്യണം. കാരണം അവിടെ നിന്ന് ആര് എവിടെ പോയി കഴിഞ്ഞാലും അവിടെ നല്ല ബെസ്റ്റ് പെർഫോമറാണ്. അപ്പൊ എല്ലാരും വെയിറ്റിംഗ് ആണ് ട്രാൻസ്ഫർ വിൻഡോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ നമ്മളത് പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. പക്ഷെ ഈ സീസൺ ഒരു രക്ഷയില്ല. കുഞ്ഞയുടെ സൈനിങ്ങിൽ തന്നെ ആക്ച്വലി ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഫോർവേഡ് മീൻസ് അറ്റാക്കിംഗ് ത്രെഡ് ആയിട്ട് ഒരു പ്ലെയർ അവിടെ വന്നു. അത് കഴിഞ്ഞ് സെസ്കോ ആക്ച്വലി ഞാൻ സൈനിങ് വന്നു കഴിഞ്ഞപ്പോ ഞാൻ പലരോടും പറഞ്ഞു സെസ്കോന്റെ ആവശ്യമില്ല, കുഞ്ഞുണ്ട് ബാക്കില് ബ്രൂണോ ഫെർണാണ്ടസ്, ഒരു മിഡ്ഫീൽഡർ മതിയായിരുന്നു. ബട്ട് ബ്രൂണോ ഫെർണാണ്ടസ് ആ മിഡ്ഫീൽഡില് ആദ്യത്തെ 2-3 കളി കഴിഞ്ഞിട്ട് അയാള് ആ മിഡ്ഫീൽഡിൽ കളിക്കുന്ന കളി കണ്ടു കഴിഞ്ഞാൽ അയാള് പ്രോപ്പർ മിഡ്ഫീൽഡർ തന്നെയായിരുന്നു തോന്നും. അത്ര ഇമ്പോർട്ടന്റ് പ്ലെയർ തന്നെയാണ് ഇപ്പോഴും. ആ സെൻട്രൽ മിഡ്ഫീൽഡ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അയാളുടെ കളി മോശം, അയാളുടെ ഫേവറേറ്റ് പൊസിഷൻ അല്ല, ബുദ്ധിമുട്ടും ഇത്തിരി സ്ട്രഗിൾ ചെയ്യും. അയാള് സാധാരണ ബോൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റഫറി നോക്കി ഇങ്ങനെ കാണിക്കുക,
അതൊക്കെ ആ ഗോഷ്ടി ഒക്കെ അങ്ങനെ അറ്റാക്ക് മീൻസ് അതിൽ നിന്ന് സ്വിച്ച് ഓഫ് ആവുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്തോ നമ്മുടെ എതിരെയുള്ള കളിയാണ് അവരുടെ ടേണിംഗ് പോയിന്റ് എന്നാണ് എനിക്ക് തോന്നിയേക്കണത്. കാരണം മെന്റാലിറ്റി വന്നത് നമ്മളെ ആൻഫീൽഡിൽ വന്ന് തോപ്പിച്ചതിലാണ്. തോപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവർക്ക് അതേവരെ പ്ലേയേഴ്സ് ആണ്, ഇൻഡിവിജ്വൽസ് ആണ്, ഇവരൊരു ടീമായിട്ട് അവര് ബിലീവ് ചെയ്ത് തുടങ്ങി. ലിവർപൂളിനെ ആൻഫീൽഡിൽ വന്ന് തോപ്പിച്ചു. വി ക്യാൻ, നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് എല്ലാവരും ഒരു ഗ്രൂപ്പ് ആയി. അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ അല്ലടാ, ആ മെന്റാലിറ്റിയാണ് മെയിൻ ഒരു ടീമിന് വേണ്ടത്. ഓബിൻ എന്താ പറയുന്നത്? ബ്രൂണോ ഫെർണാണ്ടസ് ഇൻ മിഡ്ഫീൽഡ്, എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ബിഫോർ ദ ലിവർപൂൾ ഗെയിം ആ മിഡ്ഫീൽഡിന് ഒരു ബാലൻസും ഒരു ബോധവും ഒന്നുമില്ലായിരുന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് അത് എത്രത്തോളം ബ്രൂണോ പ്ലസ് ഈ മൗണ്ട് കെയിം ബാക്ക്, മൗണ്ട് ഗേവ് ദാറ്റ് ബാലൻസ്. ഹൗ ഡിഡ് ഇറ്റ് ചേഞ്ച് ദിയർ സീസൺ? അത് കാരണം ഐ ഹാവ് ടു ഗിവ് ക്രെഡിറ്റ് ടു അമോറിം. ഹൗ ഡിഡ് ഇറ്റ് ചേഞ്ച് ദിയർ സീസൺ? സോ അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഐ ഡോണ്ട് തിങ്ക് അമോറിയം വാണ്ട്സ് ബ്രൂണോ ടു ബി ദാറ്റ് പൊസിഷൻ. പക്ഷെ അതില് അവിടെ കളിപ്പിക്കാൻ ഹി മൈറ്റ് ബി ഫോഴ്സ്ഡ് ബിക്കോസ് ദർ ഇസ് നോബഡി എൽസ് ഹു ക്യാൻ പാസ് ദ ബോൾ ലൈക്ക് ഹിം. He can, spread the balls across everywhere. ഈ ഫസ്റ്റ് ടൈം ബോൾസ് ആണെന്നുണ്ടെങ്കിലും ത്രൂ ബോൾസ് ആണെന്നുണ്ടെങ്കിലും he can see it better than any other United player. Yes. So അതുകൊണ്ട് it's like putting Bruno up front or even more further എന്ന് പറയുമ്പോൾ ബാക്ക് നിന്ന് ബോൾ വരില്ല പിന്നെ. അപ്പം അതുകൊണ്ട് that is where Bruno is excelling in there. അതിനുള്ള പ്രൊട്ടക്ഷൻ ആയിരിക്കാം ഈ 3 at the backലും പിന്നെ 2 wing backs ആണെന്നുണ്ടെങ്കിലും he is going with a slightly bit defensive approach. കാരണം they have to accommodate Bruno in between who can pass the ball. പിന്നെ അത് ആ സെയിം തിങ് ആസ് മൗണ്ടും കുഞ്ഞ എംബുമോ ഫ്രണ്ടിൽ വരുമ്പോൾ they will run across it. 3 പേരും ഹാർഡ് വർക്കിംഗ് പ്ലേയേഴ്സ് ആണ്. all players are good with feet. Actually എന്താ പറയാ, ഒരു വൺ ഡിമെൻഷണൽ പ്ലേയേഴ്സ് അല്ല. everybody can play anywhere എന്നുള്ള ആ ഒരു മോൾഡ് ഓഫ് പ്ലേയേഴ്സ് ആണ്. So that's where it's getting easier for United. അവിടെയാണ് സെസ്കോനും ഇഷ്യൂ വരുന്നത്. കാരണം he is not capable എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് കമ്പയർഡ് ടു ഈ ട്രയോ മൗണ്ട്, കുഞ്ഞ ആൻഡ് എംബോമോ, he is not that mobile. അല്ല, ഈ സെസ്കോനെ സെസ്കോനെ വാങ്ങിക്കുന്നതിനും കാരണം ഒരു മിഡ്ഫീൽഡർ കൂടി മേടിച്ചിരുന്നെങ്കിൽ ഐ തിങ്ക് they would have been even more stronger this First season. 11 would have been the best, one of the best. എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അതിന്റെ. മിഡ്ഫീൽഡിൽ they have good option, like അഭിമേനു ഇല്ലേ, പിന്നെ എന്തിനാ അവർക്ക് ഒരു മിഡ്ഫീൽഡറെ മേടിക്കണ്ട? മേ ബി they can buy in January also. Like കസമീറോ റീപ്ലേസ്മെന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കസമീറോ ബ്രൂണോയുടെ കൂടെ കളിക്കും. സോ ഡിഫൻസീവ് റേറ്റഡ് നോക്കുകയാണെങ്കിൽ ഡിഫൻഡേഴ്സ് ആണ് മാക്സിമം കവർ ചെയ്യുന്നത്, നോട്ട് ദ മിഡ്ഫീൽഡേഴ്സ്. കാരണം വെച്ച് കഴിഞ്ഞാൽ യു കനോട്ട് എക്സ്പെക്ട് ബ്രൂണോ ടു ഡിഫെൻഡ് ഫുൾ 90 minutes. എന്തായാലും 90 minutes കളിക്കുന്ന പ്ലെയർ ആണ്. സോ ആക്ച്വലി അവർക്ക് കൂടുതൽ സപ്പോർട്ട് തരുന്നത് മൗണ്ട് കളിച്ചപ്പോഴാണ് കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. കാരണം വി ക്യാൻ ബൗൺസ് ഓൺ സെക്കൻഡ് ബോൾസ്. ഈ സെക്കൻഡ് ബോൾസ് ബൗൺസ് ചെയ്തെടുക്കുന്നത് വലിയൊരു ത്രെട്ടാണ്. സോ ആദ്യം കളിക്കുമ്പോൾ ഈ ബ്രൂണോ ഫസ്റ്റ് 2-3 ഗെയിംസിൽ ആ ഡിഫെൻസീവ് സെറ്റപ്പ് ആൾക്ക് പറ്റിയിരുന്നെങ്കിലും, ബിക്കോസ് ആക്ച്വലി ഒരു അറ്റാക്ക് മിഡ്ഫീൽഡറെ കൊണ്ട് നമ്പർ 6 പൊസിഷനിൽ ബോൾ കാരിയർ ആയിട്ട് കളിപ്പിച്ചാൽ ബുദ്ധിമുട്ടാവും, എന്തായാലും ബുദ്ധിമുട്ടാവും. സോ ആക്ച്വലി where do you think United will finish this season? ഈ സീസണിൽ എവിടെ ഫിനിഷ് ചെയ്യാനാ ചാൻസ്? ഡെഫിനറ്റ്ലി ടോപ്പ് 8 ഉണ്ടാവും, ഉറപ്പാണ്. ബിക്കോസ് പ്ലേയേഴ്സ് ബാക്ക് ദ മാനേജർ. ഡെഫിനറ്റ്ലി ഉണ്ടാവും, ടോപ്പ് 8 ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. ബിക്കോസ് എന്താ പറയുക, നല്ലത് പറഞ്ഞിട്ട് അവസാനം ടോപ്പ് 8. പ്ലേയേഴ്സ് along with the manager. മുമ്പത്തെ സീസൺ അങ്ങനെ ആയിരുന്നില്ല. സോ ഈവൻ പ്ലേയേഴ്സ് were against the manager individually. ആക്ച്വലി അമോറിനെ ഈ സീസണിൽ അയാൾക്ക് നല്ല ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2-3 സീസണായിട്ട് ഒരു സ്പെൻഡിങ്സ് കുറെ ഉണ്ടായി, റിസൾട്ട്സ് ഇല്ല. 14th പറ്റിയാണ് ഫിനിഷ് ചെയ്തത്. എന്നിട്ട് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലാണെങ്കിൽ എല്ലാരും ലോണിൽ പോയവരെല്ലാരും തിരിച്ചു വന്നു. ഒരുപാട് ബാധ്യതകളുണ്ട്, കുറെ പേർക്ക് ഇവിടെ കളിക്കണ്ടെന്നുള്ളവരുണ്ട്. ഇവരെയൊക്കെ പറഞ്ഞയക്കാൻ വേണം, പുതിയ ആൾക്കാരെ സൈൻ ചെയ്ത് കഴിയുകയും ചെയ്തു.
അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഫൈനാൻഷ്യലി വൻ റിസ്കി ഒരു ടൈം പീരീഡ് ആയിരുന്നു ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറഞ്ഞാൽ, ഈ സീസൺ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ടീമിന് ഫൈനാൻഷ്യലി വലിയൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ട്രാൻസ്ഫേഴ്സ് നടത്തുകയും ചെയ്തു. ലോണിലാണ് പലരെയും വിട്ടേക്കണേ. ഫൈനാൻഷ്യലി നോക്കുകയാണെങ്കിൽ നെഗറ്റീവിൽ ആണ് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആയേക്കണേ. ബട്ട് ആ ഒരു ടീമിൽ നിന്ന് ഇപ്പോ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ഒരു സ്ക്വാഡ്, ഒരു ടീമായി വന്ന് ഇരിക്കുന്ന സമയമാണ്. ഇവര് ഇതിൽ നിന്ന് ഒരു ബിൽഡ് ചെയ്യും. ഇവർക്ക് ഇത് മതി, ഒരു ഇനീഷ്യൽ ട്രിഗർ മതിയായിരുന്നു. ഓമർ സമ്മതിക്കണം അയാളെ. നമ്മളെല്ലാരും പറയുന്നു അയാള് വീണ്ടും യുണൈറ്റഡ് സാധാരണത്തെ പോലെ അയാളെ സാക്ക് ചെയ്യും, അടുത്ത ആള് വരും, വീണ്ടും കുറെ സ്പെൻഡ് ചെയ്യും. അങ്ങനെ ആ കാലം മാറി. അയാളെ അവര് വിശ്വസിച്ചു, അത് മതി അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ റിസൾട്ട് കാണുന്നുണ്ട് ഇപ്പൊ. അയാളെ സാക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത് കാണില്ല. ഇതേപോലെ വേറെ ആള് വന്നേനെ പോയേനെ വീണ്ടും താഴ്ത്തി. ബട്ട് അയാള് ബിലീവ് ചെയ്തത് തന്നെയാണ് അവരുടെ ചേഞ്ചിനുള്ള കാരണം. അതേപോലെ സൈനിങ്സ് ആണെങ്കിൽ തന്നെ കഴിഞ്ഞ സീസണിലൊക്കെ വലിയ വലിയ സ്റ്റാർസിനെ സൈൻ ചെയ്യാൻ നോക്കിയായിരുന്നു. ഇപ്പോ എങ്ങനെയാ, വൂൾസിനെ പോലുള്ള മീൻസ് ലോവർ ലീഗ് പ്ലേയേഴ്സിനെയൊക്കെ സൈൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതേപോലെ ബെൽജിയൻ ലീഗിൽ നിന്ന് ഗോളി കീപ്പറെ കൊണ്ടുവന്നു. അയാളിപ്പോ സ്റ്റാർ ഗോളി കീപ്പറാണ് ഇപ്പൊ. അതേപോലെ വൈസ്ലി അവര് പ്ലാൻ മാറ്റി തുടങ്ങി. മറ്റത് സൈനിങ്സ് അവര് ചെയ്യുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കൂടി മാർക്കറ്റിംഗ് അതൊക്കെ നോക്കിക്കൊണ്ടൊക്കെയാണ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാറ്. ഇപ്പൊ അത് മാറി. ലീഗ് മാറുന്നതനുസരിച്ചിട്ട് അവര് മാറി തുടങ്ങി. അതിന്റെ തന്നെ റിസൾട്ട് പെട്ടെന്ന് തന്നെ കണ്ടു തുടങ്ങി എന്നെ പറയുന്നു. പിന്നെ അതേപോലെ ഈ ദിയാലോ, ഇപ്പൊ എംബോമ പോലുള്ള പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞപ്പോ ദിയാലോന്റെ മിനിറ്റ്സ് കുറയുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അയാൾ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഫുൾ ബാക്ക് കളിപ്പിക്കുന്നു, എന്താ സ്ട്രൈക്കറിന്റെ ബോട്ടം കളിപ്പിച്ചു തുടങ്ങി. അല്ല, ഇപ്പോഴത്തെ സ്റ്റേജ് ഡിഫിക്കൽട്ട് ആണ്. ബട്ട് നമ്മളെക്കാളും മുകളിൽ ഫിനിഷ് ചെയ്യാനുള്ള ടീം ഉണ്ട് അവര്. സ്റ്റാർട്ടിംഗ് ലെവൽ ഇപ്പോഴത്തെ സിറ്റുവേഷന്റെ കാര്യം പറഞ്ഞേ. എനിക്കൊരു പോയിന്റ് കൂടെ പറയാനുണ്ട്. കാരണം പ്ലേയേഴ്സിന്റെ ഈ ട്രെയിനിങ്ങിന് ലേറ്റ് ആവുന്നു, അങ്ങനെ കുറെ പനിഷ് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് ഔട്ട് ഓഫ് ദ സ്ക്വാഡ്. അതൊന്നും ഈ സീസണിൽ ഇല്ല. അതാണ് ക്ലബിന്റെ അണ്ടറിൽ വന്നു കഴിഞ്ഞു. എനിക്ക് ഇപ്പൊ അറിഞ്ഞില്ല, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതിൽ രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ. ഇപ്പോ നമ്മളെപ്പോഴും കാണാറുണ്ട് യുണൈറ്റഡിന്റെ ഒരു സൈക്കിൾ. അവര് ആ സൈക്കിളും വ്യത്യാസം വന്നു. അതായത് മാനേജറെ, പുതിയ പ്ലേയേഴ്സിനെ മേടിച്ചിട്ട് മിഡ് സീസണിൽ മാനേജറെ സാക്ക് ചെയ്യുക, അതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഓണർഷിപ്പ് ഭയങ്കര പേഷ്യൻസ് കാണിച്ചു അമോറിമിനെ വെച്ച്. കഴിഞ്ഞ തവണ എത്ര തവണ സാക്ക് ചെയ്യണ കാര്യവും ഇതൊക്കെ വന്ന, പക്ഷെ ഫാൻസ് പ്രൊട്ടസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവര് അയാളെ ബാക്ക് ചെയ്തു, അയാളെ കോൺഫിഡൻസ് കാണിച്ച് അയാളെ നിലനിർത്തി. അത് ഒരു പോയിന്റ് പ്രധാനപ്പെട്ട. രണ്ടാമത്തെ ഫാൻസിന്റെ കാര്യമൊക്കെ പറയാനുള്ളത്, യുണൈറ്റഡ് ഫാൻസ് ആർ ബാക്ക്. നമ്മളിപ്പോ ഞങ്ങളൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോ കാണാറില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ നോക്കുമ്പോ കാണാറില്ല. മറ്റു പൊതുസ്ഥലത്ത് എന്റെ കസിൻസ് ആയാലും അവര് സൈലന്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു കസിൻ അജയ് കൃഷ്ണൻ, ആള് എവിടെയാന്ന് യുണൈറ്റഡിന്റെ മാച്ച് കാണാറ് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആള് യുണൈറ്റഡിന്റെ പക്ഷെ സീക്രട്ട് ആയിട്ട് കാണും കേട്ടോ, കളി കാണും. നമ്മുടെ അടുത്ത് പറയില്ല കളി കണ്ട കാര്യം, കളിയുള്ള കാര്യം പറയില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇതിപ്പോ മാറി. അവരിപ്പോ കളിയെ കുറിച്ച്, കളി നേരത്തെ അറിയും, നമ്മുടെ അടുത്ത് പറയും കളി കാണില്ലേ എന്ന് ചോദിക്കും. അപ്പൊ അവര് ഹാപ്പി ആയി തിരിച്ചു വന്നു തുടങ്ങി. അവര് നമ്മളെ മാച്ച് കഴിഞ്ഞപ്പോ നമ്മളെ ട്രോൾ ചെയ്യാനും തുടങ്ങി. അങ്ങനെ ഇല്ല, ഒരു 4-5 സീസൺ മുമ്പേ ഞാന് എന്താ, നമ്മള് നല്ല ടൈറ്റിലൊക്കെ വിൻ ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു യുണൈറ്റഡ് ഫാനിനെ വിളിച്ചപ്പോ, നിങ്ങൾ കളിയൊക്കെ കാണാറുണ്ടോ? കളിയൊക്കെ കണ്ടിട്ട് കുറെ കാലം, ഇപ്പൊ തിരക്കാണ്, ഫാമിലി അറിയാലോ, ആ ലൈനായിരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ അടുത്ത അവരിനിപ്പോ വന്ന് കണ്ടു കഴിഞ്ഞാൽ യുണൈറ്റഡ് പോഡ്കാസ്റ്റ് ഒക്കെ ആയിരിക്കും. നമുക്ക് അടുത്ത ടീമിനെ നോക്കാം. Anyway, we'll go to. I personally feel that they are going to be one of the title challengers. If we are also involved in the title challenge, I think it's a 3-horse race. Manchester City are looking good.
I think something about them is working, and Marmoush is back, Cherki is back. ഇനിയിപ്പോ ഒറ്റയ്ക്ക് ഹാലൻഡ് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. Reinders has settled, and I think they are using Rodri, like managing his time also well. Manchester City, are they title challengers? എന്താണ് ഗണേഷ പറയാൻ? ടൈറ്റിൽ ചാലഞ്ചേഴ്സ് തന്നെയാണ്. അതിലെന്താ സംശയം? സിറ്റി കുറെ കാലമായിട്ട് ചാമ്പ്യൻസ് ആയിട്ടുണ്ടായിരുന്നല്ലേ. എന്തായാലും ടൈറ്റിൽ ചാലഞ്ചേഴ്സ് ആണ്. അവരുടെ അറ്റാക്കിംഗ് ത്രെറ്റ് തന്നെയാണ് ഏറ്റവും മെയിൻ. നമുക്ക് കണ്ടറിയാം, ഡൊക്കു എന്താ പറയാ, എൻ പ്രോഡക്റ്റ് ഇല്ല നമ്മൾ പറഞ്ഞു അവന്റെ ചെവിയിൽ എത്തി തോന്നുന്നു. അവസാനം അവൻ കളിച്ചു തുടങ്ങി. ആകെ അതായത് പോസിറ്റീവ് എന്ന് പറയുന്നത് ഗോൾ സ്കോറിംഗ് റേറ്റ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. നോട്ട് സോ ബാഡ് ഡിഫെൻസീവ്ലി. പക്ഷെ യൂഷ്വലി അവർ ഈ പൊസിഷൻ ബേസ്ഡ് ഗെയിമാണ് കളിക്കാറുള്ളത്. ദേ ഹാവ് എന്താ പറയാ, പാസ് കംപ്ലീഷൻ റേറ്റ് ഒക്കെ വൺ ഓഫ് ദ ടോപ്പ് ഇൻ ദ ലീഗാണ്. മേ ബി യൂറോപ്പിൽ തന്നെ നോക്കുകയാണെങ്കിൽ ടോപ്പ് 5 തന്നെ വരും. പിന്നെ ആകെ ഒരു എനിക്കൊരു മിസ്സിംഗ് പീസ് ആയിട്ട് തോന്നിയത് അവരുടെ ഈ മിഡ്ഫീൽഡാണ്. മിഡ്ഫീൽഡ് തമ്മിലുള്ള ആ ഒരു എക്സ്ചേഞ്ച്, അവിടെ ആ ഒരു സ്റ്റെബിലിറ്റി കൊടുക്കാൻ പറ്റില്ല. അതായത് വൺസ് ദേ ഹാവ് ടു സ്റ്റാർട്ട് അഗെയിൻ ഫ്രം ദ ഡിഫൻസ് ഇറ്റ്സെൽഫ്, മിഡ്ഫീൽഡിൽ നിന്നുള്ള റീസ്റ്റാർട്ടിങ് കുറവാണ്. സോ ആ ഒരു സ്റ്റെബിലിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റെയിൻഡേഴ്സ് കളിക്കുന്നുണ്ട്, ബെർണാഡോ സിൽവ കളിക്കുന്നുണ്ട്. സോ ചില ടീം ഔട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട് അവരുടെ മിഡ്ഫീൽഡിന്. സോ ബിക്കോസ് മേ ബി വിങ്ങേഴ്സിന് വരുന്ന ഹെൽപ്പ് കുറഞ്ഞതുകൊണ്ടാവാം, മേ ബി ഓർ സ്ട്രൈക്കർ ഡ്രോപ്പ് ഡൗൺ ചെയ്യാത്തതുകൊണ്ടുമാകും അവിടെ ഒരുപാട് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഡിഫൻസീവിൽ അവർ പതിവ് പോലെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. മേ ബി ഒരു സ്ഥലത്ത് റിക്കോ ലൂയിസ് കൊണ്ടുവരികയാണെങ്കിൽ ആ സമയത്ത് ന്യൂനസ് ബെഞ്ചിലായിരിക്കും. സോ ആ വരുന്ന ഒരു അഡാപ്റ്റിങ്, പെട്ടെന്ന് ഒരു ഗെയിം വന്ന് കളിപ്പിക്കുക, അതുവരെ മത്തേസ് ന്യൂനസിനെ കളിപ്പിക്കും. സോ ആ ഒരു അഡാപ്റ്റേഷൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്. സോ പിന്നെ ഈ ഡിഫൻസ് ഇംപ്രൂവ് ആണെന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ദേ ഹാവ് എ ഗുഡ് ഷോർട്ട് സ്റ്റോപ്പ് ടോണർ. സോ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ്. നമുക്കറിയാം, അഗെയിൻസ്റ്റ് യുണൈറ്റഡ് there was a classic save when Mbeumo clinched one on target, right? So അതുപോലുള്ള ഒരു ഷോർട്ട് സ്റ്റോപ്പർ ഉള്ളപ്പോൾ അവർക്ക് ഡിഫൻസിനെ കുറിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. Where could they falter? Robin, where could they falter? എവിടെയാണ് അവർക്ക് ഒരു ഇത് വരിക? I'm talking about as a season whole, not match by match. ഒരു സീസൺ നോക്കുമ്പോൾ സോ അവരെ സോ ഫാർ അവരെ സീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ their biggest issues ഹാലൻഡ് അല്ലാത്ത വേറെ ആളില്ല എന്നുള്ളതാണ്. they have caliber players. മർമൂഷ് ഒക്കെ ഇഞ്ചേർഡ് ആയിരുന്നു. he might come and start banging again, but if he doesn't, then it's a trouble, because at the end of the day you have to score goals. അതിനിപ്പോ ഹാലൻഡ് അല്ലാത്ത ഒരാളില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ that's a big liability. Apart from that, there is some change in the way they play. നമ്മൾ ഇത്രയും കാലം പെപ്പ് കളിക്കുന്നത്, പെപ്പാണോ പെപ്ലിനാണോ എന്നുള്ളത് ഇറ്റ്സ് ഡിഫറെന്റ് ഡിസ്കഷൻ. പക്ഷെ വി യൂഷ്വലി സീ സെന്റർ ബാക്സ് അറ്റ് ഫുൾ ബാക്സ് കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ ബോത്ത് ദെയർ ഫുൾ ബാക്സ് ആർ മിഡ്ഫീൽഡേഴ്സ്. എന്നിട്ട് ഈ മിഡ്ഫീൽഡേഴ്സ് ദേ ആർ നോട്ട് കമ്മിങ് ഇൻ, ദേ ആർ ഗോയിങ് സ്ട്രെയിറ്റ്. എന്നിട്ട് ഇറ്റ്സ് മോർ ലൈക്ക് വൈഡ് അവരെടുത്തിട്ട് ഡോക്കു അല്ലെങ്കിൽ ഹൂവർ ഇസ് പ്ലേയിങ് ഇൻ ദി വിങ്സ് അവരാണ് ടക്ക് ഇൻ ചെയ്യുന്നുള്ളത് ഇൻസൈഡ് ഫോർവേഡ്. സോ ദർ ഇസ് ചേഞ്ചസ് ഹാപ്പനിങ്, ബട്ട് ആ ചേഞ്ച് കൂടി ആവാം വൈ ദേ ആർ സ്ട്രഗിളിങ്, ബിക്കോസ് ഇറ്റ്സ് ന്യൂ ടു പ്ലേയേഴ്സ്. എന്തൊരു സാധനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ട്രെയിനിങ് ഗ്രൗണ്ടിൽ എത്ര ചെയ്തെന്നാലും at the end of the day they have to perform it on the field. So when it's a new tactics, not everybody is across everything. So അതിന്റെ ഒരു ജെല്ലിംഗ് ഇഷ്യൂസ് ഉണ്ടാവാം. അത് എത്രത്തോളം കൂടുന്നു അത്രത്തോളം they are bound to drop points. അതെ. Where do you think they'll finish? സ്വരൂപൻ എന്താ പറയുന്നത്? അവര് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്യണം. അപ്പൊ സ്വരൂപിന്റെ ഫസ്റ്റ് സിറ്റി, സെക്കൻഡ് യുണൈറ്റഡ് അല്ലേ? യുണൈറ്റഡ് നമ്മളിപ്പോ 8ാമത് ഫിനിഷ് ചെയ്യണമെങ്കിൽ 7ാമത് യുണൈറ്റഡ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെ, പെപ്പിനെ കുറിച്ച് സുദീപ് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും ചേർക്കാനുണ്ടോ അതോ ലാക്ക് ഓഫ് വേർഡ്സ് കഴിഞ്ഞു? ഇല്ല, വേറെ നമ്മള് സിറ്റി മാച്ച് അടുത്ത് കഴിഞ്ഞ
പറഞ്ഞിരുന്നു. എന്നാലും അതില് എനിക്ക് ബിഗ്ഗസ്റ്റ് ഇൻഫ്ലുവൻസ് അവർക്ക് വന്നത് നേരത്തെ പറഞ്ഞ ഞാൻ പെപ്റ്റിൻ ലിൻഡേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ആണ് ഭയങ്കരമായിട്ട് അവർക്ക് വന്നത്. ആളുടെ സ്റ്റൈല് ചോദിച്ചതോളൂ അതല്ല ലിവർപൂൾ അസിസ്റ്റന്റ് മാനേജർ ആയിരുന്നപ്പോ ഇതിനെ കുറിച്ച് എന്താ പറയാ എല്ലാ ആഴ്ചയും ഒരുപാട് കാര്യങ്ങൾ കേട്ടതുകൊണ്ട് ഇനി കൂടി ഇനി ഒറ്റ കാര്യം നോക്കാനുള്ളൂ, പെപ്പിന് ഇതുപോലെ മൊട്ടടിക്കുക എന്നുള്ളതാണ് നോക്കാനുള്ളൂ. ഗാഡിയോളയുടെ രണ്ടുപേരും അടുത്തടുത്തിരിക്കുമ്പോ നോക്കാൻ can be one of the greatest managers ever if you look at theoretically, you know, ക്ലോപ്പിന്റെ കൂടെ ഗാർഡിയോളയുടെ കൂടെ വർക്ക് ചെയ്ത അതിന്റെ ഒരു മിക്സ് പൊസിഷൻ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയും പറയാം. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്നും പറയാം. ആരെങ്കിലും പിൻബലത്തിൽ മാത്രം നിൽക്കാൻ പറ്റില്ല. വേറെ രീതിയിലും പറയാം, ക്ലോപ്പും ഗാർഡിയോളയും ലക്കിയാണെന്ന് പറയാം. ഇതുപോലെ ഒരു ഇത്രയും നല്ല അസിസ്റ്റന്റ് മാനേജറെ കിട്ടിയത് അങ്ങനെ പറയാലോ. അടുത്ത ബുക്കോടെ തോന്നി ഇന്റർസിറ്റി. അങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ ഒരു വേർഡ് കൊണ്ട് പറഞ്ഞു നിർത്താതെ സിറ്റി ലുക്സ് പ്രോമിസിംഗ്. ഞാനത് പറയാലോ, അറ്റാക്കിംഗ് വൈസ് ദേ ഹാവ് ദ സ്റ്റെബിലിറ്റി ബട്ട് ദേ ആർ നോട്ട് ഫ്ലോലെസ്. എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് അതിൽ എന്തായാലും ഒരു തിരിച്ചടിക്കാൻ സാധ്യത. On that note, ഓബിനെ പറ, ചെൽസി എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് ഞാൻ പോട്ടെ, അവരെ ചെൽസിയുടെ സ്ക്വാഡിലെ എല്ലാ പ്ലേയേഴ്സിന്റെ പേരൊന്നും എന്നോട് മാനേജറിന് പോലും അറിയില്ല. അയാളത്തിന് പ്രശ്നമാണെന്ന് പറയുന്നത് പകുതി എനിക്ക് അറിയില്ല. ഞാൻ ആരൊക്കെയോ കാണുന്നുണ്ട്, ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകുന്നു. ചെൽസി ഫാൻസിൽ പോലും അറിയണ്ടാവില്ല കളിക്കാരുണ്ട് എന്നുള്ളത്. മരസ്ക് തന്നെ തുടക്കത്തിൽ പറയുന്നു. ഞാൻ ആരും ചോദിച്ചപ്പോ ഇതാരാ. എന്നാൽ ചെൽസി, what do you think, where will they finish? Top 4 ആണോ, top 6 ആണോ, ലീഗ് വിന്നേഴ്സ് ആണോ? What do you do? ലീഗ് വിന്നേഴ്സ് ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് ദേ ഡോണ്ട് ഹാവ് പൊട്ടൻഷ്യൽ പ്ലേയേഴ്സ്, ഇറ്റ്സ് മോർ ഓഫ് ദേ ഡോണ്ട് ഹാവ് എ ലീഡർ ടു കോപ്പ് അപ്പ് ദ പ്രഷർ. നമ്മൾ കഴിഞ്ഞ വർഷവും കണ്ടിരുന്നു, ആ ഒരു ഫ്രീ റൺ കിട്ടിയിരുന്നു അവരെ. ദേ ആർ നോട്ട് ഈവൻ ടൈറ്റിൽ ചാലഞ്ചസ് എന്നൊക്കെ പറഞ്ഞപ്പോ ആ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ദേ ആർ വിന്നിംഗ് സ്ട്രീക്ക് എന്ന് പറഞ്ഞവർ എല്ലാ കളിയും വന്നിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു ഡിസംബർ പകുതി ആകുമ്പോഴേക്ക് ചെൽസി ആർ ടൈറ്റിൽ കണ്ടൻഡേഴ്സ് ആ പറഞ്ഞ ശേഷം പിന്നീട് കളി ജയിച്ചിട്ടില്ല അവര്. ഇഷ്യൂ ഇസ് ദർ. അവരെ ലീഡേഴ്സ് എന്നിപ്പോ പറയാൻ പറ്റുന്നുള്ളത് ഇറ്റ്സ് റീസ് ജെയിംസ്. റീസ് ജെയിംസ് ഇസ് ദ ക്ലബ് ക്യാപ്റ്റൻ, ബട്ട് ദെൻ ഹി ഈസ് നെവർ ഇൻ ആൻഡ് അറൗണ്ട് ദി പിച്ച്. പുറത്തുനിന്നുള്ള സപ്പോർട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ്. എൻസോ ആൻഡ് കൈസേഡോ ആണ് പിന്നുള്ള ഓപ്ഷൻസ് ദേ ഹാവ്. Both are good players, but are they both good leaders എന്ന് ചോദിച്ചാൽ I'm not convinced yet. We don't know. If they come to Liverpool and be a captain എന്ന് ചോദിച്ചാൽ I am not convinced. As a player, they are great players, no doubt in that. I think top 4 അല്ലേ, top 4 they have a chance. Top 4 should be possible, but then it's Chelsea. Spurs കഴിഞ്ഞാൽ പിന്നെ സ്പേഴ്സിന്റെ സ്വഭാവം കാണിക്കുന്ന ഒരു ടീം ചെൽസിയാണ് ഇപ്പൊ. How do you, അതായത് അവരുടെ ഇത്രയും യങ് പ്ലേയേഴ്സ് ഉണ്ട്, and they have some incredible players, to be honest. They have incredible players. പാമർ പോയപ്പോ എസ്റ്റാവിയോ വന്നു, മറ്റേ ഗിറ്റൻസ് ഉണ്ട്, മറ്റേ ഇപ്പൊ ഗർനാച്ചോ is playing well. ഇതിന്റെ ഈ പ്രോജക്റ്റിന്റെ ഫ്യൂച്ചർ എന്താണ്? ലൈക്ക് വിൽ പ്ലേയേഴ്സ് സ്റ്റേ there for long, or ഇത് ഓരോ ഇപ്പം അമേരിക്കൻ ലീഗ്സ് ചെയ്യുന്ന പോലെ, ബോളിയൊക്കെ അവിടെ പറയുന്ന പോലെ ഒരു സീസണിൽ ഒരു റോസ്റ്റർ ഉണ്ടാക്കിയിട്ട് എങ്ങനെ കളിക്കാം, അങ്ങനെയാണ്. സോഫാർ അയാള് സെറ്റപ്പ് കണ്ടിട്ട് അതുപോലെ തന്നെയാ തോന്നുന്നില്ല. രണ്ട് സീസണിന് മേലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി വെരി വൈറ്റൽ പ്ലെയർ എന്ന രീതിയിൽ. ഇപ്പൊ കോൾ പാമർ മൈറ്റ് സ്റ്റേ ഫോർ 4-5 years എന്ന് പറയുന്ന പോലെ അത്രയും വൈറ്റൽ ആണെന്നുണ്ടെങ്കിൽ they will stay, else they will be shipped off. ആ ഒരു ഇതിലാണ് പോകുന്നത്. ബട്ട് that does not actually work in Premier League. You need to have a team first. Random 11 Galacticos ഇറങ്ങിയിട്ട് കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല in Premier League if you have to win Premier League. If the intention is to be top 4 and recycle the money, then probably yes. That Chelsea can do. ആ top 4-ൽ നിന്ന് UCL മണിയും എല്ലാ പൈസയും കിട്ടും. If that is the aim, then it works. പക്ഷെ PL ജയിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ I don't think this ഈ ഒരു ട്രാൻസ്ഫർ സ്ട്രാറ്റജി would work. Okay. വേറെ ആർക്കും ചെൽസിയെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടോ?
ഒറ്റ കാര്യം, 3 പോയിന്റ്സ് പെട്ടെന്ന് പറയാം. ഒന്ന്, അവരുടെ പ്രീ സീസൺ ഉണ്ടാവാത്തതിന്റെ പ്രശ്നങ്ങൾ ബാധിച്ചു തുടങ്ങും. ഇഞ്ചുറീസ് 2, ഇഞ്ചുറീസ് ആയിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ. പിന്നെ പാമർ ഇഞ്ചുറി അവരെ ഭയങ്കര പ്രശ്നമായി ബാധിച്ചിട്ടുണ്ട്. പാമറിന്റെ ഇഞ്ചുറി അതൊരു പ്രശ്നമാണ്. മൂന്നാമത്തെ, അവരുടെ ഈ കഴിഞ്ഞ ഇതിലൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സ്ട്രൈക്കർ പൊസിഷനാണ്. അവിടെ ഒരു കൺസിസ്റ്റൻസി ഇവിടെ വന്നിട്ടില്ല. ഡെലാപ്പ് വന്നു പോകുന്നു, ഗുയി വന്നു പോകുന്നു, യാവ് പെഡ്രോ പിറകിൽ ഇറങ്ങി കളിക്കണം. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ ഡിഫൻസിലുള്ള പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് അവർക്ക് എവിടെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുള്ളത് കണ്ടറിയണം. പിന്നെ കൺസിസ്റ്റൻസി ഇല്ല, അതിന്റെ പ്രശ്നങ്ങളുണ്ട്. നോക്കാം. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ചെൽസിയെ കുറിച്ചിട്ടുള്ളത്. Good point. But I think Chelsea fans also know this. Chelsea fans അധികം, I think they are a very good cup team. I think they can win some kind of trophy this season where last season അവര് മറ്റേ കോൺഫറൻസ് ലീഗ് ജയിച്ച പോലെ, then they won the club world cup. I think they're a good team. If they can get it going, maybe in FA Cup and all that. ചാമ്പ്യൻസ് ലീഗ് ഐ ഡോണ്ട് നോ, ബിക്കോസ് ആ ഒരു ലെങ്ത് അവർക്ക് പോകാൻ പറ്റുമോ എനിക്കറിയില്ല. ബട്ട് ഐ തിങ്ക് ഐ ഫീൽ റിയലി ചെൽസിയുടെ ഫാൻ ബേസിന് ശരിക്കും ദേ ആർ വെരി പാഷനറ്റ് ഫാൻ ബേസ്. ആൻഡ് അവർക്ക് ശരിക്കും ഇപ്പൊ ലിവർപൂൾ ഒരു കാലത്ത് ഉണ്ടായ പോലെ തന്നെ ടെറി, ലാംപാർഡ്, ഡ്രോഗ്ബ, they had icons at the club. So I think what Chelsea fans are missing are that kind of icons to follow. അല്ലെ, കുറെ പ്ലേയേഴ്സ് വരുന്നുണ്ട് and they're quality players, but ആ ഒരു icon feel അവർക്ക് some kind of detachment from that feel, that missing. We'll move on to Abin Parna. അത് ആക്ച്വലി റെസിപ്രോക്കേറ്റ്സ് ആസ് വെൽ. പ്ലേയേഴ്സിനും ക്ലബുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. നമ്മളിപ്പം ടെറി, ലാംപാർഡ് എന്നൊക്കെ പറയുമ്പോൾ they will play their entire energy, മരിക്കുന്നവരെ they will play they will try it. ആ ഒരു പാഷൻ players also might not have. കളിക്കുമ്പോൾ ഒരു 1 year 2 year ഉണ്ടാവുമായിരിക്കും, but they won't give it their all. ഞാൻ പറയാൻ കാരണം ഇത്രയും ബാരൻ റണ്ണാണ് യുണൈറ്റഡ് പോയിക്കൊണ്ടിരുന്നെങ്കിലും they had that Bruno to hold on to. Like Liverpool had Gerrard in their weak time. They had ഇപ്പം നമ്മുടെ Liverpool ഇപ്പം Alisson, Salah. Arsenal are really passionate about Saka and Odegaard or even Saliba. ആ ഒരു പ്ലെയറിനോടുള്ള ആ ചെൽസി have so much player turnover that I think they miss that. We have two more teams to cover. I think Spurs, Daniel Levy ശേഷം ന്യൂ സ്പേഴ്സ്, തോമസ് ഫ്രാങ്ക്. എന്താണ് Thomas Frank? It's unlike signing of Spurs actually. Usually അവര് ഒന്നെങ്കിൽ വെരി ലോങ് ടേം ആണ് ചിന്തിക്കാറ്, അല്ലാന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്നുള്ള സ്റ്റോപ്പ് ഗ്യാപ്പ് സൈനിങ്സ്. ഇറ്റ്സ് ഐദർ എക്സ്ട്രീംസ്. അതാണ് യൂഷ്വലി they do, but right now they got in a manager who can stabilize it for the next maybe 4 years or 3 years. അത് കഴിഞ്ഞാൽ തോമസ് ഫ്രാങ്ക് ഉണ്ടാവുമോ എന്നുള്ളത് a different question. I don't personally think he will stay more than that, but it's a mid-term solidifying things if possible. UCL every season ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് യൂറോപ്പ കൺസിസ്റ്റന്റ്ലി കിട്ടുന്ന രീതിയിൽ ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഹി ഹാസ് ഹിസ് ഓൺ വേ ഓഫ് പ്ലേയിങ്. ഇറ്റ് ഡസ് നോട്ട് നീഡ് ടു ബി ഫാൻസി, ജസ്റ്റ് വിൻ ഹിയർ ആൻഡ് ദർ. സ്പേഴ്സിന്റെ കൺസിസ്റ്റൻസി വി ഓൾവേസ് ടെൽ, റൈറ്റ്? സ്പേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് സിനോണിം ടു ഇൻകൺസിസ്റ്റൻസി. ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്ത് make them more consistent and more predictable that they might win a stretch of games. Okay, I think these are the big teams we covered. Big so-called big teams. Okay, കാരണം ഇനി നമുക്ക് പറയാനുള്ള ക്ലബ്സ് we'll just go one by one and you guys can carry on. ന്യൂകാസിൽ പാവം നമ്മുടെ ഇസാഗയില് മറ്റേ എൻഡിൽ ഉണ്ടായിരുന്ന ടീമാണ്. Their European form is going really good, but Premier League up and down, and they have some incredible players in that squad. ന്യൂകാസലിനെ കുറിച്ച് എന്തെങ്കിലും? ന്യൂകാസലില് പറയാനാണെങ്കിൽ അവര് സ്ട്രൈക്കേഴ്സിനെ സൈൻ ചെയ്യാൻ, ഇസാക്കിന്റെ പോണ കാര്യം വെച്ചിട്ട് സ്ട്രൈക്കേഴ്സിനെ സൈൻ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടി. ബട്ട് ഇത്തിരി കാശ് ചെലവാക്കിയെങ്കിലും അവർക്ക് നല്ലൊരു സൈനിങ് ആണ് കിട്ടിയത്. നല്ല അടിപൊളി സൈനിങ് ആണ്. ഗോൾസ് പ്രീമിയർ ലീഗിൽ തന്നെ 4 ഗോളായി. പിന്നെ അത് മാത്രല്ല, ഗോള് അടിക്കുക മാത്രല്ല, അയാള് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യണ ഒരു പ്ലെയറെ കിട്ടുകയും ചെയ്തു അവർക്ക്. പിന്നെ രണ്ടാമത്തെ സ്ട്രൈക്കർ ഇപ്പോഴും ഇഞ്ചുറി കാരണം
അവർക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടില്ല. പിന്നെ ഇൻട്രസ്റ്റിംഗ് ഒരു സൈനിങ് ഉണ്ടായിരുന്നു അവരുടെ സെൻട്രൽ ബാക്ക്, ഒരു തിയാവ് എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല റീസണബിൾ പ്രൈസിൽ കിട്ടുകയും ചെയ്തു. നല്ല ഒരു അടിപൊളി സെൻട്രൽ ബാക്ക്. ബട്ട് എന്തുകൊണ്ടോ അവർക്ക് പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ സീസണിൽ നല്ല രീതിയിൽ, ഈ സീസണിൽ അത് പെർഫോമൻസ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ മെയിൻലി ഈ ജോയ്ലിൻഡണിനൊക്കെ ഇഞ്ചുറീസ് ഉണ്ട്, വലിയ ഇഞ്ചുറി ആവുക, അങ്ങനെ അവൈലബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. ഗോർഡൻ ഇഞ്ചുറി ഇഷ്യൂസ് വെച്ചിട്ടാണ് അവര് മെയിൻ ആയിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ആകെയുള്ള ഒരു ആശ്വാസം എന്താ വെച്ചാൽ അവേ അറ്റ് സെന്റ് ജെയിംസ് പാർക്ക് നമ്മളെ കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിനി അവരുടെ വെരി ടഫ് ഗെയിം ടു പ്ലേ. എന്തൊക്കെ പറഞ്ഞാലും ശരിക്കും നമ്മുടെ ടോപ്പ് ക്ലബ്സ് എന്ന് പറയുമ്പോൾ നമ്മള് ശരിക്കും ഇനി ഇവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം, പാലസ് ആൻഡ് ബോൺമത്ത്. I think because of their very, very, very good managers, and I think നമ്മൾ ഈ പോഡ്കാസ്റ്റ് തന്നെ പറഞ്ഞു, I think Iraola will end up with the City. I think he is Pep's replacement, and I think Glasner, I hope he doesn't go to United, but if Amorim doesn't work out, I think Glasner has a very good chance to go to United. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സ്കൂപ്പ് ഒന്നല്ല, അയാളെ ഒറ്റ ഒരാൾ കാരണമാണ് ഗുഹിയെ നമുക്ക് കിട്ടാതെ. അതെ അതെ അതെ. ബോൺമത്തിനെ കുറിച്ച് എന്താണ് ജസ്റ്റ് ഒരു വൺ ലൈൻ ആർക്കെങ്കിലും? പറഞ്ഞോ. നമുക്കറിയാലോ അറ്റാക്കിംഗ് സ്റ്റൈലാണ് അവരെ ഫുൾ സ്ട്രെങ്ത്തിൽ ആദ്യത്തെ കുറച്ച് കളി പോയിരുന്നു. വി ക്യാൻ സീ ദാറ്റ് സെക്കൻഡ് പ്ലേസിലായിരുന്നു ഫസ്റ്റ് ടേബിളിൽ ആദ്യത്തെ ഇനീഷ്യൽ ഗെയിംസ് കഴിയുമ്പോൾ. പിന്നെ പതുക്കെ അറിയാലോ നമുക്ക് എത്രത്തോളം ഈ കൺസിസ്റ്റൻസിയിൽ ഈ പവർ ഗെയിം കളിക്കാൻ പറ്റും നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഫറ്റീഗ് ആയി, ഇഞ്ചുറി ആയി. പഴയ പോലെ ഇപ്പൊ എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിന്റെ ഫോം ക്ലൈവേർട്ടിന് ഇല്ല. So it's like relying more on Semenyo, around 6 goals and 3 assists something in the league. So he's actually doing good. പറയുകയാണെങ്കിൽ ഈ പവർ ഗെയിം തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ ത്രെട്ട്. ഞാൻ തോറ്റ കളി അവർക്ക് നന്നായിട്ട് കളിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ they missed the few opportunities. അതായത് ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ പറ്റും. അതായത് ടാക്ടിക്സ് ഡിസ്പ്ലേ ചെയ്യാൻ ഒരു പ്ലെയർ മതി, ആ പൊസിഷനിലുള്ള ഒരു പ്ലെയർ മതി എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു മാനേജറാണ്. സോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോൺസെപ്റ്റ്. എന്താ പറയാ, എനിക്ക് ആ സെന്റർ ഫോർവേഡ് കളിക്കുന്ന ഒരു പ്ലെയർ മതി. ഞാൻ അവനെ വെച്ച് ഏത് ബോൺമത്തിന്റെ സക്സസ് സ്റ്റോറി പറയുമ്പോൾ ഐ തിങ്ക് സുദീപ് വിൽ എനിവേ ടെൽ ദിസ്. റിച്ചാർഡ് ഹ്യൂസിന്റെ കോൺട്രിബ്യൂഷൻ വിൽ ബി റിച്ചാർഡ് ഹ്യൂസ് ആണ് അവിടെ ആ ബിൽഡിംഗ് ബ്ലോക്സ്, അവിടെ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് കൊടുത്തത് അവിടെ റിച്ചാർഡ് ഹ്യൂസ് ആണ്. ഹ്യൂസ് അവിടുന്ന് കേർക്കസിനെ കൊണ്ടുവന്നു. അതുപോലെ ഇപ്പൊ ഒരു റൂമർ കിടന്ന് പറഞ്ഞു നടക്കുന്നുണ്ട് സെമെന്യൂനാണ് അടുത്തത് അവിടുന്ന് കൊണ്ടുവരാൻ പോണെന്നുള്ളത്. അത് നോക്കാം അതെങ്ങനെ അവർക്ക് അടുത്ത സ്റ്റാൻഡിനും കൂടിയുള്ള കാശാവൂല്ലേ, അവർക്ക് അടുത്ത സ്റ്റാൻഡിനും കൂടിയുള്ള കാശാവൂല്ലേ. I think we spoke extensively about United thanks to Swaroop. ചെൽസിയെ കുറിച്ച് പറഞ്ഞു, സിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഐ തിങ്ക് വി കവേർഡ് മോസ്റ്റ് പ്രീമിയർ ലീഗ് ടീംസ് വിച്ച് ആർ ഓൺ ദ ടോപ്പ്. റെലഗേഷൻ പറയണോ നമുക്ക്? റെലഗേഷൻ ഐ തിങ്ക് രണ്ട് ടീംസ് ഇനി റെലഗേറ്റ് ആവാൻ ചാൻസ് ഉള്ളൂ. ഒരെണ്ണം കൺഫേം ആയി, ഉൾസ് റെലഗേഷൻ കൺഫേം ആയി. അവർ ചാമ്പ്യൻഷിപ്പിലെ മാനേജർ ഒരാളെ അവര് വെച്ച് കഴിഞ്ഞു. ഓൾറെഡി ചാമ്പ്യൻഷിപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി അതൊക്കെ റെഡിയാക്കി അവര് തീരുമാനിച്ചു റെലഗേഷൻ ആണെന്നുള്ളത്. ഇനി ബാക്കിയുള്ള രണ്ട് ടീമുകൾ ഏതാണെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. Promoted teams, Sunderland will not go down 100% sure. I almost ഇനി വരാനുള്ളത് ബേൺലി അല്ലേ? സണ്ടർലൻഡിൽ ഒരു ഇതുണ്ട്, മറ്റേ ആഫ്രിക്കൻ നേഷൻസ് വന്നു കഴിഞ്ഞാൽ അവര് കുറെ പ്ലേയേഴ്സ് എന്തോ അൺഅവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഗുഡ് പോയിന്റ്. എന്തായാലും റെലഗേറ്റ് ആവില്ല, എന്തായാലും റെലഗേറ്റ് ആവില്ല. എന്തായാലും ഫ്രം എ നോർമൽ ലിവർപൂൾ കോൺവെർസേഷൻ ഇത്തവണ നമ്മൾ മറ്റു ക്ലബ്സിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ട് ടേക്സ് ഐ ഹാവ് ഹേർഡ് ഇൻ റീസെന്റ് ടൈംസ് ഒരു യുണൈറ്റഡ് വിൽ ഫിനിഷ് അബവ് ലിവർപൂൾ എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന യുണൈറ്റഡ് ഫാൻസ് സന്തോഷമായെങ്കിലും ഇത് ഒരുപാട് ലിവർപൂൾ ഫാൻസ് കാണുന്നുണ്ട്.
സ്വരൂപിൻ നമ്മുടെ കേരള റെഡ്സിന്റെ ഗ്രൂപ്പിൽ സ്വരൂപ് ഉണ്ട്. നിങ്ങൾക്ക് സ്വരൂപിന് നേരിട്ടും അല്ലാതെയും സ്വരൂപിനോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. എനിവേസ്, പ്രീമിയർ ലീഗ് സീസൺ ഐ തിങ്ക് വി തോട്ട് ദാറ്റ് വി വിൽ ബി വേർഡ്സും ഇസാക്കും അങ്ങ് വന്ന് തകർത്ത് തരിപ്പണമാക്കി നമ്മൾ ലീഗ് പുഷ്പം പോലെ ജയിക്കുമെന്ന് ഒരുപാട് ലിവർപൂൾ ഫാൻസിനും പ്രതീക്ഷിച്ചിരുന്നു. മറ്റു ചിലർ ഇത് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നു ഇപ്പോ ഈ ഫോം കണ്ടിട്ട്. എനിവേസ്, I think we have covered almost everything, and I think Arsenal are the favorites. We have to admit, all of us have to admit that Arsenal are the favorites. So we'll be back with a new episode hopefully soon, and എന്തെങ്കിലും നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും പറയാ. സുദീപ്, ടേക്ക് ഓവർ. അതെ, എന്തെങ്കിലും സജഷൻസ് നമ്മള് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ആരും ഒന്നും പറഞ്ഞില്ല കമന്റ്സില്. അപ്പൊ ഇനി നമ്മൾ പറഞ്ഞ ടീംസ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ടീംസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതും പറയാം. എനിവേ, നമ്മളിനി അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ അതിലും കമന്റ് ചെയ്തൊക്കെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടി വരുന്നുണ്ട്. എനിവേ, താങ്ക്സ്. പറയാനില്ല.